ജാവയിലെ ഏറ്റവും പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ICT-SM-ലെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനകത്ത് ജാവയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കോൺസെപ്റ്റ് ഉണ്ട്. JDK, JVM, JRE. JDK ജാവ ഡെവലപ്മെൻറ്റ് ടൂൾ കിറ്റ് എന്നാണ് പറയുക. ജാവ ഡെവലപ്മെൻറ്റ് ടൂൾ കിറ്റ്, അതായത് നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ്, ഡീബക്കേഴ്സ് അല്ലെങ്കിൽ കമ്പൈലറേഴ്സ് ഒക്കെ റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് JDKയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് JDK എന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, ഒറാക്കിളിനകത്ത് ജാവ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ JDK എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊരു ടൂൾസാണ്. ടൂൾസ് നീഡഡ് ടു ഡെവലപ്പ് ജാവ പ്രോഗ്രാംസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി JRE എന്താ? JRE ഇത് രണ്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയയാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുക. JRE മീൻസ് ജാവ റൺ ടൈം എൻവറോൺമെൻറ്റ് എന്നാണ്. ജാവ റൺ ടൈം എൻവറോൺമെൻറ്റ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻസ്, അതായത് എൻവറോൺമെൻറ്റ് ടു കമ്പൈൽഡ് ജാവ പ്രോഗ്രാംസ്, നമുക്ക് റൺ ചെയ്യാനുള്ള ഒരു എൻവറോൺമെൻറ്റ് കൊടുക്കുന്നതാണ് JRE. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് JVM, ജാവ വിർച്വൽ മെഷീൻസ്. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് കമ്പൈലേഷൻ ചെയ്യുമ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നത്? ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മൾ കൊടുക്കുന്ന ജാവ കോഡിനെ കൺവേർട്ട് ടു ബൈറ്റ് കോഡ്. പിന്നെ മെമ്മറി മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ്. ഈ JVM ജാവ വിർച്വൽ മെഷീൻ ഉള്ളത് കൊണ്ടാണ് ജാവ ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരു ക്ലാസ് പ്രോഗ്രാംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ JVM ഡയറക്റ്റ്ലി ഇതിനെ എന്താക്കി കൺവേർട്ട് ചെയ്യും? ബൈറ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് മെഷീൻ കോഡാക്കി കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ ആ കോഡ് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് പറയാനൊരു കാരണം ഈ കൺവേർഷനും കൂടെ ഉള്ളത് കൊണ്ടാണ് ജാവ ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. അപ്പോൾ JDK, JRE, JVM ഇത് മാറിപ്പോകരുത്. സാധാരണ ഈ ഏരിയയിൽ നിന്ന് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ജാവ. ഓക്കെ.